എനിക്കത് മുഴുവൻ വായിക്കാൻ വേണ്ടി നേരം ഉണ്ടായിരുന്നില്ല, ഞാൻ ജാഥയിലായിരുന്നു. പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അല്ല, അതിൽ നിങ്ങൾ ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം അത് പുസ്തക പ്രകാശനം ചെയ്തയാൾ ജോസഫ് C. മാത്യു. അദ്ദേഹം അവിടുന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏതോ ഒരു പഴയകാല CPMന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയാകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അയാൾക്ക് CPMുമായിട്ടൊരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPMന്റെ ഏതെങ്കിലും അയലത്തൂടെ മറ്റേ പോയോന്ന് എനിക്കറിയില്ല. CPMുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് C. മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ജോസഫ് C. മാത്യു ഉൾപ്പെടെ പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആറമ്പിക്കാർ വരെയുള്ള CPM വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. നമസ്കാരം, ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കേരളത്തിൽ ഒരു കാരണവശാലും NPR നടപ്പാക്കില്ല, ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. പാകിസ്ഥാനിൽ വൻ സ്ഫോടനം, 69 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. വി കുഞ്ഞികൃഷ്ണന്റേത് പകയുടെ കണക്ക് പുസ്തകം. ഭാവനാവിലാസം മാത്രം KK രാഗേഷ്. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതി. അന്താരാഷ്ട്ര സമ്മേളനം ശനിയാഴ്ച മുതൽ. ഭാര്യയും മക്കളുമായി കാറിൽ കയറി തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം, യുവാവ് മരിച്ചു. ചുരിദാർ ധരിച്ചെത്തിയ HMനെ തടഞ്ഞ സംഭവം സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ. UDF ഭരിക്കുന്ന വളപട്ടണം പഞ്ചായത്തിൽ ശമ്പളമില്ല, ജീവനക്കാരെ കുറയ്ക്കാൻ ആവശ്യപ്പെടും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വി കുഞ്ഞികൃഷ്ണന്റേത് പകയുടെ കണക്ക് പുസ്തകമാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കുഞ്ഞികൃഷ്ണന്റേത് ഭാവനാവിലാസം മാത്രമാണെന്നും പുസ്തക പ്രകാശ ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സാകുമെന്നും KK രാഗേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM വിരുദ്ധരുടെ ഒത്തുചേരലായിരുന്നു അത്. പുസ്തക പ്രകാശനം ചെയ്തത് ജോസഫ് മാത്യു ആണ്. ഏതെങ്കിലും കാലത്ത് CPMന്റെ ആയിരത്തൂടെ പോയിട്ടുണ്ടോ അദ്ദേഹം എന്നറിയില്ല. പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ ഇറങ്ങിയാൽ RMB വരെയുള്ള CPM വിരുദ്ധരുടെ ഒരു സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനകീയാസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിച്ച ചിലർ ഇക്കൂട്ടത്തിലുണ്ട്. പുതിയ വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കിയപ്പോൾ സാമ്രാജ്യത്വ ഏജൻസിയുടെ ഗൂഢാലോചനയാണെന്ന് പറയുന്നവരുണ്ട്. ഇത് പറയുന്നവരെല്ലാം പതിറ്റാണ്ടുകളായി CPM വിരുദ്ധരാണ്. പുസ്തകം ഇനിയെങ്കിലും സൂക്ഷ്മതയോടെ വായിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ പയ്യന്നൂരിൽ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും കുടുംബയോഗം നടത്തി കണക്ക് വ്യക്തമാക്കുമെന്നും രാഗേഷ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്ന മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ, നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ. നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, വ്യക്തിപരമായിട്ടല്ല. നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോൾ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ
നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ചാനലുകളോട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ അത് നിങ്ങൾ പറയും. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഇത് പറയില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞോ? ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമില്ല. ഇത് പാർട്ടി പിരിച്ച ഫണ്ടാണ്, പാർട്ടിക്കകത്ത് തീർപ്പാക്കിയതാണ്, പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചാണ്. പൊതുജനങ്ങളോട് പറയേണ്ടതില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കണം. ഒന്നുകൂടി നിങ്ങൾ കാണണം. എടുത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ പാർട്ടി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ച് അംഗീകരിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ച വാക്കാണ്. സാധാരണ നിലയിൽ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ജനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും. ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാത്. ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ പറയാം. ഇതിൽ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന്, രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ. ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാനീ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കേണ്ടത്. പരിശോധിച്ചിട്ട് 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാർ പരിശോധിച്ച കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും പറയാൻ കാരണം, വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിനുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ അത് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റുമോ? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ
ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണയുണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോവാണ്. ആ കുടുംബ സംഗമത്തിന് ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും, പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും, പാർട്ടി അനുഭാവികളുണ്ടാവും, പാർട്ടിയുമായി ബന്ധമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതികരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതികരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പോ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ആരും അപഹരിച്ചിട്ടില്ല. ബന്ധുക്കൾക്ക് ഫണ്ട് നൽകിയതും വീട് നിർമ്മിച്ചതും കേസിന് വേണ്ടി ചെലവഴിച്ചതും ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളല്ല, ബഹുജനങ്ങളാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വൊക്കാബുലറിയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ബഹുജനങ്ങളാണ്. അല്ലാതെ പൊതുജനങ്ങൾ എന്നല്ല വാക്ക്, ബഹുജനങ്ങളാണ്. അത് അറിയാം, രണ്ടും രണ്ടാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പം ഇപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോകാനല്ലോ, ജനങ്ങളിലേക്ക് പോകാനാണ്. അപ്പൊ സെക്രട്ടറി പറയുന്നു നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗമല്ല, പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല, അതിന്റെ നിങ്ങൾ ഉത്തമ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതെങ്ങനെയാണ് യോജിച്ചു പോവുക? അല്ല, അതില് ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അർത്ഥമില്ലല്ലോ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനെയാണ്. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനെറ്റ് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. ഒരു യോഗം വിളിച്ചാൽ അതിൽ CPM അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുക. ഈ കണക്കുമായി ബന്ധപ്പെട്ട അവ്യക്തത അല്ലെങ്കിൽ സംശയങ്ങളുള്ള കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും ഒക്കെ ഉണ്ടാവും. അവരിത് അറിയണത് എന്താ? കോൺഗ്രസ്സുകാരനെ ഞങ്ങൾ എന്തിനാ ബോധ്യപ്പെടുന്നത്? ഓനാരാ? എന്തിന്? ഞങ്ങൾ അവരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ധനരാജിന്റെ സാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. ആര്? അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളല്ല, ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പോ പാർട്ടിയുടെ ജാഥ നടന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും.
ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംശയം ഈ പ്രതിരോധം ദുർബലമല്ലേ എന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് ആ കുടുംബത്തിന് നൽകിയതിനകത്ത് ആ കുടുംബത്തെ ആദ്യം സഹായിച്ചു, ആ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതിൽ പോലും കൃത്രിമമുണ്ടെന്നും ആ ഫണ്ടിൽ ബാക്കിയുള്ളത് കുറച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് മാറ്റിവെച്ചു, കുറച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ ഒരു നേതാവ്, ഞങ്ങളെ പുറത്തുള്ള ആളുകൾ മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, താങ്കളുടെ ജില്ലാ കമ്മിറ്റിയിൽ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹമാണ് എക്സ് ആകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അത് മാധ്യമങ്ങളുടെ പ്രചരണം ഇല്ലല്ലോ. അല്ല, ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം. പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷമാണ്. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിരുന്നു. അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് വകമാറി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള TA മസൂദിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാളെ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? വി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ വി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, അതിലപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. രക്തസാക്ഷി ഫണ്ടില് തിരിമറി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വക മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധമാണ് പാർട്ടി. അതായത് ഈ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം, ഒരു സപ്പോസ് മാത്രം പറയാം. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ കുടുംബ സഹായത്തിന് വേണ്ടി മാത്രം പിരിച്ച ഫണ്ടല്ല അത്. പാർട്ടിക്കകത്ത് കൃത്യമായി പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് ഫണ്ട് ശേഖരിക്കുന്നത്. പാർട്ടി മെമ്പർമാരോട് പറഞ്ഞ കാര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബസഹായം, രണ്ടാമത്തത് വീട് വെച്ച് കൊടുക്കൽ, മൂന്നാമത്തത് കേസ് നടത്തുക. 3 കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്. ആ ഫണ്ട് ശേഖരിച്ചപ്പോൾ സഹായമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു, ആ കടബാധ്യതകൾ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ കേസ് നടത്താൻ വേണ്ടി കൈമാറിയ തുക ഒരു വകമാറ്റി ചെലവഴിക്കലല്ല. ചിലപ്പോ
അങ്ങനെ കയ്യിലുള്ള തുക, ആ തുക ചില സമയത്ത് ഒരു ഘട്ടത്തിൽ ഓഫീസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്, തൽക്കാലം അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു കേസുണ്ട്, ആ കേസിന് വേണ്ടി തൽക്കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് വകമാറി ചെലവഴിക്കലല്ല. ഇതാണ് വകമാറി ചെലവഴിക്കലായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത്. അത് വകമാറി ചെലവഴിക്കല്ല. ഏരിയ കമ്മിറ്റിന്റെ കൈവശം ആ തുകയുണ്ട്. കേസ് നടത്തുന്നത് പാർട്ടിയാണ്, ഏരിയ കമ്മിറ്റിയാണ്. കേസ് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ബാക്കി തുക ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതെനിക്കറിയില്ല. വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് അതിൽ ഈ ഞങ്ങള് ഈ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് പിൻവലിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ചില സമയം ഒരു നോട്ട് നിരോധനത്തിന്റെ സമയമാണെന്ന് കരുതുക, ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ തുക ആവശ്യമുണ്ടെന്ന് കരുതുക, ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഓഫീസ് നിർമ്മാണമാണ് ഞാൻ പറയുന്നത്, ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഒരു നിശ്ചിത തുകയെ സാധിക്കും. അതിൽ കൂടുതൽ തുക വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വിഡ്രോ ചെയ്യും. നിങ്ങൾ നോക്കേണ്ടത് ഈ തുകയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ. പാർട്ടി പരിശോധിച്ചു, ഞാൻ പറയട്ടെ, പാർട്ടി പരിശോധിച്ചപ്പോൾ ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം, ധനരാജ് രക്തസാക്ഷി ഫണ്ടിലുള്ള തുക ആ രക്തസാക്ഷി അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറേണ്ട കാര്യമില്ല, ആ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് പാർട്ടി DC പറഞ്ഞു, ഏരിയ കമ്മിറ്റി കൈമാറിയിട്ടുള്ള തുക ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് തന്നെ മാറ്റി സൂക്ഷിക്കണം. ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഈ കുറ്റത്തിനാണ് നടപടി സ്വീകരിക്കുന്നത്. ആ കുറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പണം അടിച്ച ആരെങ്കിലും കൊണ്ടുപോയി ദുർവിനിയോഗം നടത്തിയെന്നല്ല അതിന്റെ അർത്ഥം. ഈ കുറ്റാണ്. അത് വകമാറി ചെലവഴിക്കലല്ല. ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാത്തതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. വകമാറ്റിയിട്ടില്ല ഫണ്ട്. അതായത് കേസ് നടത്തേണ്ട ചെലവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി AC ആണ്. മനസ്സിലായില്ലേ? ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ P. രമേശൻ, KS ഇജീഷ്, M. ആനന്ദൻ, 3 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അന്ന് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കാണ് എന്റെ കയ്യിലുള്ളത്. ഇതിനകത്ത് അവസാനം കൃത്യമായിട്ട് പറയുന്നത്, ധനരാജ് അക്കൗണ്ടിൽ നിന്ന് 34,25,000 രൂപ പിൻവലിച്ചത് 29,25,000 രൂപ കോൺട്രാക്ടർ ഉണ്ണിയുടെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്നത്. അതായത് കണക്കിൽ പറയുന്നത് 34,25,000 രൂപ ഈ ധനരാജിന്റെ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ്. പക്ഷേ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്ന 29,25,000 രൂപയാണ്. ഇതിന്റെ അവസാന വരിയിൽ പറയുന്നത് മുഴുവൻ വായിക്കുന്നില്ല, സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവും. KP മധുവിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് ബാക്കി തുക മാറ്റിയത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് വിജീഷ്, രമേശ്. ഇതാണ് സെക്രട്ടറി. ഈ രേഖ ഉള്ളപ്പോഴാണ് സെക്രട്ടറി ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ റിപ്പോർട്ടിൽ 35 ലക്ഷം രൂപ അല്ലെ, 35 ലക്ഷം അല്ലേ, എത്രയാ ധനരാജ് ഫണ്ടെന്ന് ഓഫീസിന്റെ ചെലവിലേക്ക് പോയത് എന്ന് പറയുന്നത് എത്ര തുകയാ? എത്രയാ? 34,00,000. ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അല്ലേ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പോയി എന്ന് പറയുന്നില്ലേ? ഇല്ലേ? ഇപ്പം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് നോക്കുക, നമ്മുടെ B. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കുക. നിങ്ങൾ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ്. 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനകത്തുണ്ടല്ലോ ആ കണക്കില് 35 ലക്ഷം രൂപ ഇല്ലാന്ന്. 35 ലക്ഷം നിങ്ങൾ പറഞ്ഞ ഓഡിറ്റ്. എന്നാ പിന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ പറയുന്ന, അതായത് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പേപ്പർ എടുത്ത് നോക്ക്, ആദ്യത്തെ ഇനം. അത് ശരിയാണ്. എന്നാ പിന്നെ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. അതല്ല, നിങ്ങളല്ല, നിങ്ങൾക്ക് തന്നയാള് കേട്ടാ. അല്ല, അതുറപ്പ്. ഞാൻ പറഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നയാള് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ആ, നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാം.
അതായത് 35 ലക്ഷം രൂപയാണ് ഓഡിറ്റിൽ ആദ്യം കണ്ടെത്തിയത്. 35 ലക്ഷം. പക്ഷെ ഇപ്പം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം പാർട്ടി ജില്ലാ കമ്മിറ്റി 40 ലക്ഷം അടിച്ചേൽപ്പിച്ചു. മനസ്സിലായില്ലേ? ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം അല്ല 40 ലക്ഷമാണ് യഥാർത്ഥത്തിൽ ഏരിയ കമ്മിറ്റിയുടെ കൈവശമുള്ളത്. അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്. 40 ലക്ഷമാണ്. അതൊക്കെ പരിശോധിച്ചാൽ അതിനെ കൊണ്ട് കണക്ക് നിങ്ങളോട് പറയിപ്പിക്കണം. ഞാൻ ഇപ്പം പറയുന്നില്ല. കേസ് നടത്താൻ പണം വേണമെന്ന് പറയുന്നു. ശരിക്കും പ്രോസിക്യൂട്ടർ സർക്കാരിലെ നിയോഗിക്കും. അത് കേസ് നടന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയാം? അതായത് ഈ സീനിയർ അഭിഭാഷകന്മാർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് നിങ്ങൾ സീനിയർ അഭിഭാഷകന്മാരെ കിട്ടുമെന്ന് നോക്കുക. അതിന്റെ അപ്പുറത്തെയൊന്നും പറയുന്നില്ല. കേസ് നടത്തുന്നവർക്ക് അതറിയാം. സെക്രട്ടറി പറഞ്ഞതിനകത്തുണ്ട്. അതായത് ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് 35 ലക്ഷം. ധനരാജ് വീട് നിർമ്മാണം 29,25,000. KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് 5 ലക്ഷം. ധനരാജ് കുടുംബാംഗങ്ങളുടെ പേര് സ്ഥിര നിക്ഷേപം 18 ലക്ഷം. മറ്റ് ചെലവുകൾ 2,32,524. വക മാറ്റിയ പലിശ 3,84,062. ഇതൊക്കെ വക മാറ്റിയെന്ന് പാർട്ടി തന്നെ രേഖയുണ്ട്. സെക്രട്ടറിയാണ് പറയുന്നത് വക മാറ്റിയിട്ടില്ല. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ആ 5 ലക്ഷം മറ്റൊരു വരവിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം 40 ലക്ഷം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ധനരാജ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ആ 5 ലക്ഷം അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 50 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം നോക്ക്. ആ പുസ്തകത്തിൽ 35 ലക്ഷം അല്ല 40 ലക്ഷമാണ്. നിങ്ങൾ മധുവിന്റെ പേരിൽ പേഴ്സണലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ആ 5 ലക്ഷം ഉൾപ്പെടെ ചേരുന്നതാണ് ഈ 40 ലക്ഷം. ആ കുഞ്ഞികൃഷ്ണൻ കണക്കല്ല, ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയല്ല ശരി. ജില്ലാ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ കണക്കിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? ജില്ലാ കമ്മിറ്റിയുടെ കണക്കാണ് ശരിയായ കണക്ക്, കുഞ്ഞികൃഷ്ണന്റെ കണക്കല്ല. അതാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചാൽ കണക്കാവൂല. എന്താ നിങ്ങൾക്ക് സംശയം? അദ്ദേഹം പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള കണക്കാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പാർട്ടി കമ്മിറ്റി ചർച്ചയിൽ അംഗീകരിച്ചുള്ള കണക്കല്ല കുഞ്ഞികൃഷ്ണന്റെ കണക്ക്. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്. വേറൊന്നുമല്ല. പാർട്ടി കൃത്യമായിട്ട് കണക്ക് അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തുവെങ്കിൽ അത് മൂടിവെക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM. എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിയല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ശരി. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നേതാക്കളെയും പോയി കണ്ടു. എല്ലാ നേതാക്കളും ചേർന്നിട്ട് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ നേതാക്കളും നിൽക്കുന്നത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട് എന്ന് കരുതി ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറെ പേപ്പർ കൊടുത്ത് പുറപ്പെട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന പാർട്ടി എല്ലാ CPIM വസ്തുത പരിശോധിക്കും. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാർട്ടി അംഗങ്ങളൊക്കെ ഈ കണക്ക് ഇതൊക്കെ ഇതിന്റെ രേഖകൾ ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്ന പതിവുണ്ടോ? ശരിക്കും പാടില്ലാത്തതാണ്. ഇതിൽ നിന്ന് അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ്. എന്താ തെളിവ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കി വെച്ചിരിക്കുക. വഞ്ചനയാണിത്. പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ്. മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പൊ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ, ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ എടുത്ത് സൂക്ഷിച്ചത് പാർട്ടി രേഖയല്ലേ, വ്യാജ രേഖയല്ലല്ലോ. പാർട്ടി രേഖയാണ് നിങ്ങൾ പറയുന്നല്ലേ? നിങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ വരവ് ചെലവ് കണക്ക്, അതിനകത്ത് ഈ സമ്മാന പദ്ധതി മുതൽ, ഞാൻ ലക്ഷങ്ങൾ പറയുന്നില്ല, സമ്മാന പദ്ധതി അതല്ല തെറ്റാണ്. അല്ല തെറ്റാ അദ്ദേഹത്തിന്റെ. ഇത് പാർട്ടിയുടെ, ഇത് കുഞ്ഞികൃഷ്ണന്റെ, ഇത് പാർട്ടിയുടെ. അപ്പൊ അതിനകത്ത് ഈ
ബോംബെ ഹോട്ടൽ, റെയ്ഡ്കോ, പിന്നെ ജവഹർ ബാലശാല, നാഷണൽ കോളേജ്, പ്രസ്, അങ്ങനെ വരവ് പറയണം. വരവ് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ധനരാജ് ഫണ്ട് വരവ് 35 ലക്ഷം. സെക്രട്ടറി നേരത്തെ പറഞ്ഞത് തൽക്കാലം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് എന്നുള്ള പണം അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. തെറ്റാണ്. പാർട്ടിയുടെ രേഖയല്ലേ? അത് തെറ്റാണ്. എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല ആ രേഖ. ഇത് പാർട്ടിക്കകത്തുള്ള പാർട്ടിക്കകത്തുള്ളതല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ രേഖയില്ല. പാർട്ടിയുടെ കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള തുക അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്താലും ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ടാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് എത്ര തുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തൽക്കാലത്തേക്ക് വിനിയോഗിച്ചില്ല, അതും പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക ഏരിയ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കുന്ന സമയത്ത് ആ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനം എടുത്തിട്ടാണ് അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആര് പറയും? നിങ്ങൾ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, അതല്ലേ പറയുന്നത്. അയാളിപ്പോഴ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാള് പകമൂത്തിട്ട് എതിരാളികളുടെ, പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്ത് വിളിച്ചു പറയും? അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടില് ഒരു കണക്കെടുല്ലെന്നാണല്ലോ എന്ന് പറയും. ഈ റെസീറ്റുകൾ തിരിച്ചു വന്നിട്ടില്ല. ഇതെങ്ങനെയാണ്? പണം പിരിച്ചിട്ടുണ്ടോന്നോ പോയിട്ടുണ്ടോന്നോ? ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. അതായത് റെസീറ്റ് കാണാതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാണാതായത് ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് കാണാതായത്. അയാളത് പാർട്ടിക്ക് മുമ്പിൽ എഴുതി തന്നു. പാർട്ടി കമ്മീഷന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇടതുപക്ഷ എന്നുള്ള 6 അടിച്ചല്ലോ. ഇടതുപക്ഷവും 6, ഇടതുപക്ഷവും 6. ആ ഇടതുപക്ഷ ചന്ദ്രബാബുള്ള 6 ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ അകത്ത് 17-18 ആ ലീഫ് അദ്ദേഹം കാണുകയും ചെയ്തു. എത്രയോ ലക്ഷം രൂപ പിടിച്ചത്. പ്രശ്നം എന്താ വെച്ചാല് ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 6 ഇറക്കും, പിന്നെ റസീത് ബുക്ക് ഇറക്കും. ആ 6 റസീത് ബുക്ക് തിരിച്ച് വിനിയോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ പാർട്ടി തന്നെ ഒരാളെ ചുമതലപ്പെടുത്തും. അയാൾ നോക്കുമ്പോൾ 2 ബുക്ക് മാത്രമേ തിരിച്ചു വരുന്നു, 4 ബുക്കില്ല. ഈ 2 ബുക്ക് പരിശോധിക്കുമ്പോൾ അതിൽ 2ഉം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പയ്യന്നൂരിലെ സൊസൈറ്റി പ്രസ്സിൽ അച്ചടിച്ച സാധനത്തിന് പകരം ഈ വ്യാജൻ അച്ചടിക്കുന്നത് അവിടെ മലബാർ മറ്റോ അങ്ങനത്തെ ഒരു പ്രസിന്റെ പേര്, എന്നിട്ട് ഈ പയ്യന്നൂർ പിന്നെ സൊസൈറ്റിയുടെ പേര് തന്നെ വെച്ച് അച്ചടിച്ചിരിക്കുന്നു. കാണാതെ പോയി എന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ. അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്ക് അതിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടുള്ളത്. അദ്ദേഹം തന്നെ പിന്നീട് ടി ഐ മധുസൂദൻ MLA ആണ് ഇത് തന്നത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. അല്ല, ഞാൻ പറയട്ടെ. അപ്പം തിരിച്ചു കൊണ്ടുവരുന്നു. കാണാതെ പോയതൊക്കെ തിരിച്ചു വരും. അപ്പൊ ഒരു ടി ഐ മധുസൂദന് ഓഫീസ് സെക്രട്ടറിക്കൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഞാൻ വിട്ടു. അത് കുഞ്ഞീഷിന്റെ ആരോപണം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വെട്ടിപ്പ് നടന്നു, അത് കണ്ടുപിടിക്കുന്നു എന്ന് തോന്നിയപ്പോ ഇതെല്ലാം തിരിച്ചെത്തുന്നത് എങ്ങനെയാണ് മൂടി വെക്കപ്പെടുന്നത്? അതായത് ഈ വെട്ടിപ്പ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിൽ എത്തുന്നത്? എങ്ങനെയാണ് വ്യാജ റസീറ്റ് CPM ഒരു പാർട്ടി? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് റെസീറ്റ് പ്രൂഫ് നോക്കുന്നത് മണ്ഡല സെക്രട്ടറിയാണ്. മണ്ഡല സെക്രട്ടറി പ്രൂഫ് നോക്കിയപ്പോൾ ഇടതു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫ് നോക്കിയിട്ട് മാറ്റിയടിക്കാൻ വേണ്ടി പറയുന്നു. മാറ്റിയടിക്കാൻ വേണ്ടി ആൾ പ്രസ്സിലെത്തുമ്പോഴേക്ക് ഇടത് ജനാധിപത്യ മുന്നണി എന്നുള്ള റെസീറ്റ് അടിച്ചു കഴിഞ്ഞു. അതെടുത്ത് ഓഫീസിൽ വെക്കുന്നു. അതിൻ്റെ കൂടെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന റെസീറ്റ് കൂടി പിന്നീട് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കേക്ക് ഞാൻ ഇടതു എന്നുള്ളത് 2 അടിച്ചു. ഇടതു എന്നുള്ള ഇടതുപക്ഷ എന്നുള്ളത് 6 അടിച്ചു എന്നാണ് പറഞ്ഞല്ലോ. അതിൽ 2 ആദ്യം വന്ന വ്യാജമാണ്. ഇടതു എന്നുള്ള പേരിൽ 2 റെസിപ്റ്റ് വ്യാജം. അതില് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ ബേജാറാവല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതില് എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഈ ഓഫീസിൽ റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ടി എ മധുസൂദൻ, അദ്ദേഹത്തെയാണല്ലോ നിങ്ങൾ വളരെ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് കൃത്യമായി അതേ റെസീറ്റ്, അത് വ്യാജ റെസീറ്റ് ആയിരുന്നില്ല, ഒറിജിനൽ റെസീറ്റ് ആയിരുന്നു. ആ റെസീറ്റ് പാർട്ടിയുടെ മുമ്പാകെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു നിങ്ങളോട്? 2 തിരിച്ചു വന്നല്ലോ.
നിങ്ങള് അതായത് ഈ ഞാൻ പറഞ്ഞു നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി ഐ മസൂദനാണ്. ബി കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ പോയി ചോദിക്കുക. ബി കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് പാർട്ടിക്ക് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ ചോദിക്കേ. ടി ഐ മസൂദൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ടി ഐ മസൂദൻ ഒരു റെസീറ്റേ കൊടുത്തിട്ടുള്ളൂ. ആ റെസീറ്റ് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ അത് ബി കുഞ്ഞികൃഷ്ണനോട് ചോദിക്കുക. അപ്പൊ അത് അയാളല്ലോ കൊടുത്തത്. 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ ടി ഐ മസൂദൻ പിരിച്ചിട്ടുണ്ട്. കറക്റ്റല്ലേ? എനിക്കറിയില്ല. ഞാനല്ല കണക്ക് പരിശോധിച്ചത്. അതെന്ന് ടി ഐ മസൂദന്റെ റെസീറ്റ് ഈ കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. ടി ഐ മസൂദൻ അത് എനിക്കറിയില്ല, ഞാൻ ഓഡിറ്റ് ചെയ്ത ആളല്ല. അതായത് ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് തിരിച്ച് മണ്ഡലം കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി ആ റെസീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. അല്ല അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി ഐ മസൂദ് തന്നെയാണ്. ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള റെസീറ്റ് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് ആദ്യം തന്നെ ആ റെസിപ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വ്യാജ റെസിപ്റ്റോടെ വന്നു. പിന്നീടാണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുതിയ റെസിപ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ. പയ്യന്നൂര് സൊസൈറ്റി പ്രസിഡന്റ് എന്താ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ വലിയ കള്ളത്തരം എന്നൊക്കെ പറഞ്ഞു? അല്ല, നിങ്ങൾ അങ്ങനെ വർത്തമാനം പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക, നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. അത് ശരിയല്ല. ചോദ്യം കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞത് വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഒരു സൂക്ഷ്മത ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് പയ്യന്നൂർ സൊസൈറ്റിയിൽ പ്രസിൽ അച്ചടിച്ച ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കുന്ന വേറൊരു പ്രസ്സിലാണ്. പക്ഷെ ആ പ്രസ്സിൽ അച്ചടിച്ച പേരല്ല, പ്രസ്സിന്റെ പേര് പോലും മറ്റേത് ആദ്യത്തെ പയ്യന്നൂർ പ്രസിന്റെ പേരിടുന്നു. ഇതാ ഞാൻ പറഞ്ഞ സൂക്ഷ്മത. ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഒരു റെസീറ്റ് അടിക്കുമ്പോൾ അത് കള്ളത്തരമല്ലേ? അതെന്താണ് പാർട്ടി സമ്മതിക്കാത്തത്? അതായത് റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പാർട്ടി അന്വേഷണ കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓഫീസ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. മനസ്സിലായോ? നിങ്ങൾക്ക് ചോര പിടിക്കേണ്ട ടി ഐ മസൂദ് തന്നെയാ. ടി ഐ മസൂദിനെ ചോര പിടിക്കാനുള്ള വകുപ്പ് അതിൽ ഇല്ലേ? ഉണ്ടെങ്കിലല്ലേ ചോര പിടിക്കേണ്ടത്. അതിൽ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മേലെ അധികം ചോദിച്ചിട്ട് കാര്യമില്ല. ഓഫീസ് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രീതി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം പലരോടൊന്നും ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് അത് ഓഫീസിൽ ഏൽപ്പിക്കുന്നതാണ് പറയുക. മനസ്സിലായില്ലേ? ഓഫീസിനെ അത്രയും വിശ്വാസത്തിലെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആരുടെങ്കിലും ഒരു ഫണ്ട് ശേഖരിക്കുന്നു, ഞങ്ങൾ ചിലപ്പോൾ നേരിട്ട് ഫണ്ട് ശേഖരിക്കാറില്ല പലപ്പോഴും. അപ്പോൾ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് പറയുന്നു. ഓഫീസിൽ ഏൽപ്പിച്ച് റെസീറ്റ് ചേർക്കേണ്ടത് ഓഫീസിന്റെ ചുമതലയാണ്. വിശ്വസിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിനെന്താ വീഴ്ച സംഭവിച്ചു എന്ന് പാർട്ടി കണ്ടു, നടപടിയെടുത്തു. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അവിടെയും ബി കുഞ്ഞികൃഷ്ണന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി പാർട്ടി എടുത്തിട്ടുള്ള നടപടി അദ്ദേഹം ഉന്നയിച്ച വിഷയമാണ്. അതിന്റെ അടിസ്ഥാന നടപടി എടുത്തതിലെല്ലാം അദ്ദേഹത്തിന് സന്തോഷം. അതിന്റെ പേരിൽ ബി കുഞ്ഞികൃഷ്ണന് ടി ഐ മസൂദന്റെ ചോര കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. ആ ചോര കുടിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റെസീറ്റ് ടി ഐ മസൂദൻ വാങ്ങിയ റെസീറ്റ് ആയിരിക്കണം, അല്ലെ ടി ഐ മസൂദന് കൊടുത്ത റെസീറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു സംഭവമില്ല, അതിന് സ്കോപ്പില്ല. അതുകൊണ്ട് അത് ചോദിച്ചിട്ട് കാര്യമില്ല. ടി ഐ മസൂദന് കൊടുത്ത റെസീറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റ് ചെയ്താണ്. അതിൽ ഒരപാകതയും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ വെറുതെ കഥയുണ്ടാക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് ശക്തമായ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആ ഉത്തരവാദിയായവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ ടി ഐ മസൂദൻ ഉത്തരവാദിയാണെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല.
മധുസൂദനെ അതിൽ പെടുത്താൻ വേണ്ടി ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് പറ്റുന്ന ഒരു തെളിവും പാർട്ടി കമ്മീഷൻ മുമ്പ് വന്നിട്ടില്ല. വ്യാജ റെസീറ്റ് അച്ചടിച്ചത് മാത്രമല്ല, അത് വെച്ച് പണം പിരിച്ചു. ശരി, വരുന്നില്ലല്ലോ. പയ്യന്നൂരിലെ ടി എ മൻസൂർ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെ ചേർന്നിട്ട് കച്ചവടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഭൂമി വാങ്ങിയത്, മറ്റേ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഭൂമി വാങ്ങിയത്, ഒപ്പം തന്നെ വിദേശയാത്ര നടത്തിയൊക്കെ പറഞ്ഞു. ഇതിനകത്ത് 16/6/2022 ഈ ജില്ലാ കമ്മിറ്റിയിലെ ഒരു നോട്ടാണത്. ആ നോട്ടിനകത്ത് പറയുന്നുണ്ട്, കടല സതീശൻ ചിലരെ ഫണ്ടിന് വേണ്ടി സമീപിച്ചതായി പരാതി ഉയർന്നിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അതിൽ വസ്തുതയില്ലെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ കടല സതീശനെ പറ്റി പാർട്ടിക്കകത്ത് ആക്ഷേപങ്ങൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി ജാഗ്രത പാലിക്കാൻ ഭാവിയിൽ കഴിയണം. എന്നുവെച്ചാൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, ഈ മസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഇതിപ്പോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ? ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങൾക്ക് ആരാ തന്നിന്? അല്ല, നിങ്ങൾക്ക് തന്നാരാ? അതിപ്പോ ഞാൻ പറയൂ, പാർട്ടി ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു രേഖയൊന്നും ഇറക്കിയിട്ടില്ല. 2022 സെക്രട്ടറി മുമ്പുള്ള അതില് ഈ സഹകരണ ബാങ്കിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ആ വിഷയം. ആ വിഷയത്തിൽ പാർട്ടി കണ്ടെത്തിയത് എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ പാർട്ടി കണ്ടെത്തിയത് തെറ്റാരോപണം ശത്രുതയോടുകൂടി ഉന്നയിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതായത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ തന്നിട്ടുള്ള മൊഴിയുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴിയിൽ പറയുന്നത് 2011 നിങ്ങൾ എഴുതി വെച്ചോ, 2011 അദ്ദേഹത്തോടല്ലേ ഒന്ന് ചോദിച്ചോ. 2011 ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിയിൽ നിന്ന് 15.5 ലക്ഷം രൂപക്ക് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമി, 15.5 ലക്ഷം 2011 ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമി, പിന്നീട് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടിച്ചേർക്കുന്നുണ്ട് 15 ലക്ഷമാണ് ആധാരപ്രകാരമെങ്കിൽ യഥാർത്ഥ വില 17 ലക്ഷമാണ്. മനസ്സിലായില്ലേ? 17 ലക്ഷമാണ്. ആ ഭൂമി 2017 18.5 ലക്ഷം രൂപക്ക്, 18.25 ലക്ഷം രൂപക്ക് ബാങ്ക് വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. മനസ്സിലായോ? അതായത് 2011 17 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി 6 വർഷത്തിന് ശേഷം, സാമാന്യ ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ 6 വർഷത്തിന് ശേഷം 18.5 ലക്ഷം രൂപക്ക് വാങ്ങിയിട്ടുണ്ടെ തന്നെ അതിലെന്താ തെറ്റ്? അതിൽ തെറ്റുണ്ട്. എന്താ തെറ്റ്? ഈ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട്, സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് എടുത്തായി 12/3/2018 ഇത്ര സ്ഥലം, ഇത്ര രൂപ, അതായത് പൈസ എന്ന് പറഞ്ഞാൽ 7,25,15,366. രണ്ടാമത്തെ സ്ഥലം 12,84,00,000, ഏതാണ്ട് 20 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. നാളിതുവരെയായി ബാങ്ക് ഈ സ്ഥലം യാതൊരു കാര്യത്തിനും ഉപയോഗിച്ചായി കാണുന്നില്ല. പ്രസ്തുത ഭൂമി 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം നിർമ്മാണ പ്രവൃത്തി നടത്താൻ പറ്റാത്ത നിലം വിഭാഗത്തിലാണെന്ന് കാണുന്നു. ഈ ഇടപാടിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് സംസ്ഥാന സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതായത് ടി എ മൻസൂർ ഉൾപ്പെടെ നടത്തിയ ഭൂമി വാങ്ങിയത്, ഇതൊരു പാർട്ടിയുടെ തന്നെ ഒരു വാക്കുണ്ട്, മൃതാസ്തി ആണ് എന്ന് പറയാം. അത് ജാഗ്രത കുറവും പിഴവുമല്ലേ? അത് അഴിമതിയാണോ? അഴിമതി ഉണ്ടാവുമല്ലോ. അത് അഴിമതിയാണോ? ഒരു ചതുപ്പ് ഭൂമി അതായത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപിച്ചൂടെ? അതായത് ഇതേ ഭൂമിയാണല്ലോ 2011 ഒരാള് 15.5 ലക്ഷം രൂപക്ക് വാങ്ങിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് അല്ലേ? അത് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നല്ല, വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ്. വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ്. അല്ല, ഞാൻ പറഞ്ഞത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആധാരം പരിശോധിച്ചിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞ, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക, പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഇതാണോ പറഞ്ഞത്? ഈ ആധാരവും പാർട്ടി പരിശോധിച്ചാണ്. 2 തരം ഭൂമി ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഭൂമി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ? ആ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പറഞ്ഞിട്ടുള്ള ഭൂമി എടുത്തത് മൃതമൂലധനെന്നോ അല്ലെ മൃതാസ്തിന്നോ എന്തോ ആയിക്കോട്ടെ, ഇതിന് ഇപ്പോ ബാങ്കിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ടി എ മസൂദനല്ല. ഇവിടെയും ആരോപണം ടി എ മസൂദനെ നേർക്കാണ്. അദ്ദേഹമല്ല. ബാങ്കിന് പാർട്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പാർട്ടി എന്ന് അറിയില്ല. ബാങ്കുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള കീഴിലാണ് ആ സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനർമാരായിട്ട് സാധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് ഉണ്ടാവുക. അപ്പോൾ ആ സബ് കമ്മിറ്റിയുടെ കൺവീനറോ അല്ലെ ആ സബ് കമ്മിറ്റിയുടെ മുഖ്യ ചുമതലക്കാരനോ ഒന്നും അല്ല ടി എ മസൂദനൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. തീരുമാനിക്കുന്ന ബാങ്കാണ്.
അനുമതിക്ക് ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനോടാണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ഭൂമി എടുത്തത്. എന്നാൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നേരെ പരിശോധിച്ചിട്ട് പറയണ്ടേ? ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് പരിശോധിച്ചിട്ട് ഇത് നിലം എന്ന കാറ്റഗറിയിലാണുള്ളതെന്ന് പറയണ്ടേ? പറയണല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ എല്ലാം ഇത് വാങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ പ്രശ്നം എന്താ? നിങ്ങളിപ്പോ അതായത് BTR ബേസിക് ടാക്സ് രജിസ്റ്റർ, അതിൽ നിങ്ങളുടെ കരപ്പറപ്പാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പലരുടെയും നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ നിലന്ന് രേഖപ്പെടുത്തുന്നതിന് തരം അത് ഈ ചതുപ്പ് മണ്ണിട്ട് നികത്തല്ല ഞാൻ പറയുന്നത്. അതിനെ തരം മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. തരം മാറ്റല് ഇതൊക്കെ നമ്മളിൽ പലരുടെയും വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഈ നിലം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉണ്ടാവുക. അത് പണ്ട് BTR നിലമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അത് തരം മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത് 2011 വാങ്ങിയവർക്കും അറിയാം, പിന്നെ വാങ്ങിയവർക്കും അറിയാം. അത് ആ ഭൂമി എടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി, അതിന്റെ മേലെ ബാങ്കിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം എന്നുള്ള വിമർശനമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഉയർത്തിയത്. ആ വിമർശനം ബാങ്കിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ച ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടി പാർട്ടി നടത്തിയൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ ഒരു പെശകുമില്ല. അതൊന്നും അഴിമതിയല്ല. അത് ചതുപ്പ് നിലയൊന്നും അല്ലാന്ന് നിങ്ങൾ വെറുതെ അത് ചതുപ്പ് നില എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് എന്നാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാണ്ട് പറയരുത്. ചതുപ്പ് നില അല്ല, അത് വെറ്റ്ലാൻഡ് ആണ്. നിലം എന്ന് പറയുന്നത് BTR ബേസിക് ടാക്സ് രജിസ്റ്റർ, നിങ്ങളത് എടുത്തു നോക്കുക. അതിനകത്ത് നിലമെന്ന് രേഖപ്പെടുത്തി, നിങ്ങളെ കരപ്പറമ്പാണെങ്കിലും നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെ തരംമാറ്റം നിങ്ങൾ ജില്ലാ കളക്ടറോട് വിളിച്ചു ചോദിക്കും. ബേപ്പൂരിനെ അന്താരാഷ്ട്ര മാതൃക ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 7-8 തീയതികളിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കും. 7-ന് ടൂറിസം മന്ത്രി P. മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിര വിനോദസഞ്ചാരം, ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെയുള്ള സംരംഭങ്ങൾ, പൈതൃക സംരക്ഷണം, എക്സ്പീരിയൻഷ്യൽ ടൂറിസം, ഭിന്നശേഷി സൗഹൃദ ടൂറിസം, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, മറ്റ് സമകാലിക ടൂറിസം പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യയിലും വിദേശത്തുമുള്ള 20 പ്രഭാഷകർ ഉൾപ്പെടെ 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കോൺഫറൻസിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് RT യൂണിറ്റ് സന്ദർശനങ്ങളും എക്സ്പീരിയൻസ് ടൂറിസം പാക്കേജുകളും ഒരുക്കും. ബേപ്പൂരിനെ സ്ത്രീ സൗഹൃദ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്ന ലക്ഷ്യവും സമ്മേളനത്തിലൂടെ പ്രാവർത്തികമാകും. ടൂറിസം ക്ലബ് അംഗങ്ങൾ, കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ മുൻ വുമൺ ഫ്രണ്ട്ലി നെറ്റ്വർക്ക് അംഗങ്ങൾ, RT യൂണിറ്റുകൾ, സ്റ്റോറി ടെല്ലർമാർ, കമ്മ്യൂണിറ്റി ടൂർ ഗൈഡുകൾ എന്നിവരുടെ സഹകരണത്തോടെ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ, ഉയർന്ന നിലവാരമുള്ള എക്സ്പീരിയൻഷ്യൽ ടൂറിസം അനുഭവങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ജില്ലയിലെ ഭൂജല റീചാർജ് സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. കേന്ദ്ര ഭൂചലന ബോർഡ് പഴശ്ശി ജലസേചന പദ്ധതിയിലൂടെയുള്ള ജലവിതരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിലൂടെ കണ്ണൂർ ജില്ലയിലെ ഭൂജലന റീചാർജ് കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാമെന്ന് കേന്ദ്ര ഭൂജലന ബോർഡ് പഠനം. കണ്ണൂർ ജില്ലയിലെ ഭൂഗർഭ ജലപ്പാളി മാപ്പിംഗും ഭൂജല മാനേജ്മെന്റ് പദ്ധതികളും സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം ഉയർന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സബ് കളക്ടർ കാർത്തിക് പ്രാണിഗ്രഹി അധ്യക്ഷനായി. കണ്ണൂർ ജില്ലയിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഭൂഗർഭജലത്തിന്റെ ഉപയോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ, പാനൂർ, തലശ്ശേരി മേഖലകളിൽ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ജലലഭ്യത കുറവാണ്. അതിനാൽ ഭൂഗർഭജലത്തിന്റെ റീചാർജിംഗ് നടത്തുന്നത് ഭാവിയിൽ ഈ പ്രദേശങ്ങൾ വരൾച്ചയിലേക്ക് പോകുന്നത് തടയുമെന്നും പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലുകളും ശാസ്ത്രീയ വിലയിരുത്തലുകളും അവതരിപ്പിച്ച കേന്ദ്ര ഭൂജലന ബോർഡിലെ സയന്റിസ്റ്റ് ശ്രീ കേന്ദ്ര ഭൂജലന ബോർഡ്, കേരള മേഖല ജലശക്തി മന്ത്രാലയം, ഭാരത സർക്കാർ, കണ്ണൂർ എന്നിവയാണ് ജില്ലയിൽ നടപ്പിലാക്കിയ ജലപാളി മാപ്പിംഗും ഭൂജലന മാനേജ്മെന്റ് സംബന്ധിച്ച പഠനങ്ങളും നടത്തിയത്. പരിപാടിയിൽ ഭൂജലന വകുപ്പ് ജില്ലാ ഓഫീസർ B. ഷാബി, കേന്ദ്ര ഭൂജലന ഡിപ്പാർട്ട്മെന്റ് സയന്റിസ്റ്റ് VK വിജേഷ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, ചെറുകിട ജലസേചന വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഹരിത കേരള മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
കോൺഗ്രസ് ഭരിക്കുന്ന വളപട്ടണം പഞ്ചായത്തിൽ ശമ്പളമില്ല, ജീവനക്കാരെ കുറയ്ക്കൽ ആവശ്യപ്പെടും. ശമ്പളം നൽകാനാകാതെ പ്രതിസന്ധിയിലായ വളപട്ടണം പഞ്ചായത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യവുമായി ഭരണസമിതി ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കത്ത് നൽകും. വളപട്ടണത്ത് 14 വാർഡുകളിലുള്ള അതുകൊണ്ട് തന്നെ ജോലി കുറവാണ്. 24 വാർഡുകളുള്ള വലിയ പഞ്ചായത്തുകളുടെ അത്രയും ജീവനക്കാർ വളപട്ടണത്തുണ്ട്. ജോലി കുറവാണെങ്കിലും മറ്റു ചില വലിയ പഞ്ചായത്തുകളുടെ അത്രയും ജീവനക്കാരുമുണ്ട്. 3 വർഷം മുൻപ് ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തിയതോടെയാണ് 16 സ്ഥിരം ജീവനക്കാരായത്. തനതു വരുമാനം വലിയ തോതിൽ കിട്ടിയിരുന്നതിനാൽ സ്പെഷ്യൽ ഗ്രേഡുകളുള്ള പഞ്ചായത്തായിരുന്നു വളപട്ടണം. മണൽവാരൽ പാസിൽ നിന്നുള്ള വരുമാനം നിലച്ചതും മാത്രമല്ല, വ്യവസായ മേഖല ശുഷ്കമായതും പഴയ പ്രതാപം ഇല്ലാതായി. വരുമാനം ഇടിഞ്ഞതോടെയാണ് അധിക ജീവനക്കാരുടെ ശമ്പള ബാധ്യതയായത്. ജനസംഖ്യാനുപാതികമായാണ് പഞ്ചായത്തുകൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് അനുവദിക്കുന്നത്. രാഷ്ട്രീയ തീരുമാനം തിരിച്ചടിച്ചു UDF നിയന്ത്രിക്കുന്ന വളപട്ടണം സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള വളപട്ടണം പഞ്ചായത്തിന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികളും ഇത്തരം തീരുമാനമെടുത്തതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിക്ക് പിൻബലമായത്. 15 കോടി രൂപയാണ് 2018 നിക്ഷേപിച്ചത്. ബാങ്കിന്റെ പ്രതിസന്ധി പിടിവിട്ടപ്പോൾ പഞ്ചായത്ത് ഹൈക്കോടതി സമീപിക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. ഇനി 1.5 കോടി രൂപയാണ് തിരിച്ചു കിട്ടേണ്ടത്. UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഓണറേറിയം ഇല്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഇതുവരെ ഓണറേറിയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളുടെ 50 ദിവസത്തെ ഓണറേറിയം നൽകാനുണ്ട്. 14 അംഗങ്ങളാണുള്ളത്. തനതു ഫണ്ടിൽ നിന്നോ ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നോ അല്ലാതെ മറ്റു ഫണ്ടുകളിൽ നിന്നോ വക മാറ്റി ശമ്പളം നൽകാൻ പറ്റില്ല. അതുകൊണ്ട് ജനറൽ പർപ്പസ് ഫണ്ട് വർദ്ധിപ്പിക്കുകയും ഗ്യാപ് ഫണ്ട് അനുവദിക്കുകയും മാത്രമാണ് ഒരേ ഒരു പോംവഴി. ഈ കാര്യമാണ് പഞ്ചായത്ത് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ധനകാര്യ വകുപ്പാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിൽ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ ഗേറ്റിൽ തടഞ്ഞ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാന അധ്യാപിക സിന്ധു S. നായരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ തടഞ്ഞത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാരോപിച്ച് അധ്യാപിക പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അധ്യാപികയെ അന്യമായി തടഞ്ഞുവെച്ചതിന് സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും സംഭവത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. കേരളത്തിന്റെ സംസ്കാരം വസ്ത്രവുമായി ബന്ധപ്പെട്ടതല്ലെന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തുന്ന രീതിയിലാണ് പെരുമാറ്റം ഉണ്ടായതെന്ന് FIR-ൽ പറയുന്നു. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വൻ ചാവേർ സ്ഫോടനം. 69 പേർ കൊല്ലപ്പെടുകയും 169 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഷഹസാദ് ടൗൺ മേഖലയിലുള്ള തർലായ് ഇംബാർഗ എന്ന ആരാധനാലയത്തിലായിരുന്നു സ്ഫോടനം. വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിശ്വാസികൾ ഒത്തുകൂടിയ സമയത്താണ് സംഭവം നടന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ചാവേർ ആക്രമണമാണെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചത്. കർബല ദുരന്തത്തിന്റെ സ്മരണയ്ക്കായി ഷിയ മുസ്ലിങ്ങൾ ഒത്തുകൂടുകയും ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇംബർഗ അല്ലെങ്കിൽ ഇമാബാദ എന്നറിയപ്പെടുന്ന ആരാധനാലയം. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പോലീസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഫോറൻസിക് മെഡിക്കൽ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഫോടന സ്ഥലത്തു നിന്നുമുള്ള ദൃശ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ കാണാം. സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ദി എക്സ്പ്രസ് ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി പിംസിലേക്കും പോളിക്ലിനിക്കിലേക്കും മാറ്റി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയേവിന്റെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി പാകിസ്ഥാൻ സുരക്ഷാ സേന ഏറ്റുമുട്ടുകയും ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇസ്ലാമാബാദിൽ ഉണ്ടാകുന്ന 2ാമത്തെ വലിയ സ്ഫോടനമാണിത്. നവംബറിൽ ഇസ്ലാമാബാദ് കോടതി
സമുച്ചയത്തിലുണ്ടായ കാർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 25-ലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതും ചാവേർ ആക്രമണമാണ് കണക്കാക്കിയത്. വയനാട് മാനന്തവാടിയിൽ യുവാവ് ഭാര്യയെയും 3 മക്കളെയും കാറിൽ കയറ്റി തീ കൊളുത്തി. തീപിടുത്തത്തിൽ യുവാവ് മരിച്ചു. കണ്ണൂർ സ്വദേശി സജീറാണ് മരിച്ചത്. സജീറിന്റെ ഭാര്യയും 3 മക്കളും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. മാനന്തവാടി സ്വദേശിയായ EC ബാപ്പു എന്നയാൾ കാരണമാണ് ജീവനൊടുക്കിയതെന്ന് പരാമർശിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു കുടുംബം ആത്മഹത്യ ശ്രമിച്ചത്. വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട് EC ബാപ്പുവുമായുള്ള പ്രശ്നത്തിലാണ് സജീർ ആത്മഹത്യ ചെയ്തതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. EC ബാപ്പുവിന്റെ മാനന്തവാടിയിലുള്ള വീട്ടിലേക്ക് കത്തുന്ന കാർ ഇടിച്ചിറക്കിയാണ് സജീർ ജീവനൊടുക്കിയത്. വികാസ് യാത്രയ്ക്ക് പിണറായിയിൽ ബംഗാളിൻ്റെ അഭിവാദ്യം. ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, മസ്തൂറോക്കാം അഭിവാദ്യം, വികാസ് യാത്ര സിന്ദാബാദ്. മുഖ്യമന്ത്രിയുടെ വീടിന് സമീപത്ത് ഉയരുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ മുന്നിൽ സംഘടിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്ന് പശ്ചിമബംഗാൾ സ്വദേശി ഗംഗാറാം ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഇന്നലെ അതുവഴി കടന്നു പോകുമ്പോഴാണ് അഭിവാദ്യമായി 300ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒത്തുകൂടിയത്. ഉത്തർപ്രദേശ്, അസം, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തിയവരാണ് ഭൂരിഭാഗം പേരും. LDF के नेतृत्व में विकास की अग्रणी यात्रा को അതിഥി ശ്രമിക്കോ കാം കാന്ത്രികാരി അഭിനന്ദൻ ചുവന്ന തുണിയിൽ വെള്ളയിൽ ഇങ്ങനെ എഴുതിയ ബാനറിൽ MV ഗോവിന്ദൻ്റെ ചിത്രവും ചേർത്താണ് ഗംഗാറാവും കൂട്ടുകാരും എത്തിയത്. ബംഗാളിലെ പശ്ചിമ ബർദാവാൻ ജില്ലയിലെ സുബിറാം നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിന്നുള്ള സുജിത് ഗൽദാനും കുച്ചബി ബീഹാർ ജില്ലയിലെ ഫജിദുർ അലം ഉൾപ്പെടെ പലരും സ്വന്തം നാട്ടിൽ CPM പശ്ചാത്തലമുള്ളവരാണ്. ചിലർക്ക് നാട്ടിലെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധമൊന്നും ഇല്ലായിരുന്നു. പിണറായി കൺവെൻഷൻ സെൻ്ററിൽ പൗരപ്രമുഖരുമായി നടന്ന മുഖാമുഖം പരിപാടി കഴിഞ്ഞ് മമ്പറത്തേക്കുള്ള യാത്രാമധ്യയാണ് MV ഗോവിന്ദൻ തൊഴിലാളികളുടെ അഭിവാദ്യം സ്വീകരിക്കാനെത്തിയത്. ചുവന്ന കാറുകളുടെ അകമ്പോടെ എത്തിയ ഗോവിന്ദനും CPM ജില്ലാ സെക്രട്ടറിയും തൊഴിലാളികൾക്കടുത്തെത്തി. അവർ ഗോവിന്ദനെ ചുവന്ന ഷാളണിയിച്ചു. മുഷ്ടി ചുരുട്ടി വീണ്ടും ഇൻക്ലാബ് വിളി. ലാൽസലാം പറഞ്ഞ് നേതാക്കൾ മടങ്ങി. M സുരേന്ദ്രൻ, K ശശിധരൻ, KK രാജീവൻ, T സുധീർ, കക്കോത്ത് രാജൻ ഉൾപ്പെടെയുള്ളവർ MV ഗോവിന്ദൻ മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി ഇരട്ടി തിരഞ്ഞെടുത്തു. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായ ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനിൽ ഒന്നായും കണ്ണൂർ റൂറലിലെ ഇരട്ടി പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു. വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ, ക്രമസമാധാന പാലനം, അടിസ്ഥാന സൗകര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, ലോക്കപ്പും റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മികച്ച പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിൽ സ്വീകരിച്ച നടപടി, കേസുകളിലെ അന്വേഷണ പുരോഗതി, പരാതി പരിഹാരം, പരാതിക്കാരോടുള്ള നല്ല പെരുമാറ്റം, കുറ്റകൃത്യങ്ങളിൽ തടയാനുള്ള നടപടികൾ എന്നിവയിലെ മികവും മറ്റു ജനക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണനാ വിഷയമായി. കണ്ണൂർ സിറ്റിയിലെ വളപട്ടണം, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്നീ പോലീസ് സ്റ്റേഷനുകൾ മുൻ വർഷങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച 10 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മികച്ച നിക്ഷേപ സമാഹരണം നടത്തിയ സ്കൂളുകളെ അനുമോദിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി കണ്ണൂർ ജില്ലാ കാര്യാലയത്തിന് കീഴിൽ സ്റ്റുഡൻസ് സേവിംഗ് സ്കീമിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ജില്ലയിൽ മികച്ച നിക്ഷേപ സമാഹരണം നടത്തിയ സ്കൂളുകളെ അനുമോദിച്ചു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ സെൻറ്റ് മൈക്കിൾസ് AIHSS, UP വിഭാഗത്തിൽ ശാരദാവിലാസം UP സ്കൂൾ, LP വിഭാഗത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് LP സ്കൂൾ എന്നിവരാണ് ജില്ലയിൽ മികച്ച
പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളുകൾ. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ല തളിപ്പറമ്പ് സൗത്ത് മാതായി ഉപജില്ലകളെ മികച്ച പ്രവർത്തനം നടത്തിയതിനെ അനുമോദിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ VP ജയേഷ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഡയറക്ടർ സുരേഷ് കസ്തൂരി, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ വിനോദ് കുമാർ, കണ്ണൂർ സൗത്ത് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ സുജിത്ത്, സെൻറ് മൈക്കിൾസ് പ്രധാന അധ്യാപകൻ ഫാദർ തോംസൺ ആന്റണി, NJ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസ് കൺവീനർ ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 10ാമത് വിജയോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന 10ാമത് സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഈ വർഷത്തെ വിജയോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 100% വിജയം നേടിയ മാടായി, കൂത്തുപറമ്പ്, ഇരിക്കൂർ, ചാല പഠന കേന്ദ്രങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും 100% വിജയം നേടിയ ചങ്ങളായി ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാര വിതരണവും ചെയ്തു. പ്രായം കൂടിയ പഠിതാക്കളായ ഗൗരി കൊടിയത്ത്, കെ ശാന്ത, രാധ അണിയരി, പി ലീല, MP ശ്യാമള, UC നാരായണൻ എന്നിവരെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ P രവീന്ദ്രൻ ആദരിച്ചു. ദമ്പതിമാരായ അൻകുമാർ, P ധന്യ, മുഹമ്മദ് അഷ്റഫ്, സജീറ M, മുഹമ്മദ് VP, നസ്നീന VP എന്നിവരെയും മറ്റ് വ്യത്യസ്തരായ പഠിതാക്കളെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി മോഹൻ ആദരിച്ചു. 10ാം തരം തുല്യത വിജയിച്ച ജനപ്രതിനിധികളായ P റീന, സൈബുന്നിസ തയ്യൽ, TP മാർഗരറ്റ് എന്നിവരെ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A പ്രദീപൻ ആദരിച്ചു. ഓരോ പഠന കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ പഠിതാക്കളെയും ഏറ്റവും കൂടുതൽ പഠിതാക്കളെ രജിസ്റ്റർ ചെയ്ത പ്രേരകനെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബിന അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി മോഹൻ, A പ്രദീപൻ, ബോബി അണ്ണച്ചേരി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KV മോഹനൻ, ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ എന്നിവർ പങ്കെടുത്തു. അക്ഷരം ആരോഗ്യം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന അക്ഷരം ആരോഗ്യം സമഗ്ര സ്കൂൾ ആരോഗ്യ സമിതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ നിർവഹിച്ചു. കണ്ണൂർ ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ സ്കൂളിൽ LP വിഭാഗം കുട്ടികൾക്കുള്ള ആരോഗ്യ പരിശോധന നടത്തിയാണ് ജില്ലയിൽ അക്ഷരം ആരോഗ്യ പദ്ധതിക്ക് തുടക്കമായത്. പരിശോധന നടത്തിയ കുട്ടികൾക്ക് ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. അഴീക്കോട് CHSCയിലെ മെഡിക്കൽ ടീം ആരോഗ്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുട്ടിക്കാലം മുതൽ തന്നെ ശരിയായ ആരോഗ്യ ശീലങ്ങളും ആരോഗ്യ ബോധവും വളർത്തിയെടുക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. കണ്ണൂർ സയൻസ് പാർക്കിൽ നടന്ന പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KT രേഖ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ദിവേഷ്, കണ്ണൂർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ N സുജിത്ത്, ഗവൺമെൻറ് TTI ഫോർമാൻ ഓഫ് സ്കൂൾ പ്രിൻസിപ്പൽ KV അഞ്ജന, ഡയറ്റ് പ്രതിനിധി K ബീന, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MATK, അഴീക്കോട് CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ ഉണ്ണികൃഷ്ണൻ, സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി, ടെക്നിക്കൽ അസിസ്റ്റന്റ് MB മുരളി, RBSK ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത്, ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം മാനേജർ വിപിന, ദേശീയ ആരോഗ്യ ദൗത്യം ജൂനിയർ കൺസൾട്ടന്റ് ബിൻസി രവീന്ദ്രൻ, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ T സുധീഷ് എന്നിവർ സംബന്ധിച്ചു. ദേശീയ പരിസ്ഥിതി ഉച്ചകോടി ഹരിത സെമിനാർ നാളെ ഫെബ്രുവരി 23 മുതൽ 25 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ പരിസ്ഥിതി ഉച്ചകോടിയുടെ ഭാഗമായി പരിസ്ഥിതി പുനരുദ്ധാരണത്തിൻ്റെ 10 വശങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കും. നാളെ രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷനാകും. ജില്ലാതല പ്രശ്നോത്തരി പ്രബന്ധ രചന മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്കും ഹരിത കർമ്മ സേന അംഗങ്ങൾക്കും ജില്ലാ കളക്ടർ അരുൺ K വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. C കൃഷ്ണൻ നായർ മാധ്യമ അവാർഡ് NK സുജിലേഷിന്. കാസർകോട്ടെ ആദ്യകാല മാധ്യമ പ്രവർത്തകരും കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന CPM നേതാവുമായിരുന്ന C കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്ക് EMS പഠന കേന്ദ്രവും കുടുംബവും ചേർന്ന് നൽകുന്ന മാധ്യമ അവാർഡ് ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ NK സുജിലേഷിന്. കണ്ണൂർ സെൻട്രൽ ജയിലിനെ അടിമുടി മാറ്റുന്ന ജീവനക്കാരും ജയിൽ അന്തേവാസികളും ചേർന്നുള്ള ഹരിത സ്പർശം
കൂട്ടായ്മയെക്കുറിച്ചുള്ള വാർത്താ പരമ്പരക്കാണ് അവാർഡ്. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് 14 കാലിക്കടവിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കൈമാറും. ക്ഷീര വികസന വകുപ്പ് മികച്ച ഫീച്ചറിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. പെരളശ്ശേരിയിലെ പരേതനായ MK ലക്ഷ്മണൻ്റെയും സവിതയുടെയും മകൻ, ഭാര്യ RP സജ്ജന, മകൻ നോയൽ ജിസ്. മന്ത്രി KSRTCയെ തകർക്കുന്നത് സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല. KSRTCയെ തകർത്തു സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുന്ന നിലപാട് ആണ് ഗതാഗത മന്ത്രി സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUC കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ DCC ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ബസ്സുകൾ വാങ്ങാതെയും നിയമനങ്ങൾ നടത്താതെയും ദയാവധത്തിൽ വിട്ടിരിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത്. ഇടത് ഗവൺമെൻറ് KSRTCയെ തകർക്കുന്നതോടൊപ്പം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ്. 1% പോലും DA നൽകാതെ ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഷാജി കോമത്ത് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്, ex-MP, KPCC വൈസ് പ്രസിഡന്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ M. വിൻസെൻ്റ് MLA, KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തെല്ലങ്കേരി, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N. രാജേഷ്, M. ഹാഷിം, O. രാമേന്ദ്രൻ, VK ജഗത് കുമാർ, ദിലീപ് കുമാർ PK, രാജു ചാത്തോത്ത്, ദിലീപൻ KV ദിനേശൻ, TK പവിത്രൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയിരുന്ന KSRTC ലാഭത്തിലേക്ക് നയിച്ച് ദിവസ കളക്ഷൻ 10 കോടിയിലെത്തിച്ച് നിൽക്കുകയാണ്. ഇതിനെതിരായി രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിൽ സമ്മേളന പ്രതിനിധികളിൽ ഒരു വിഭാഗം പ്രതിഷേധം രേഖപ്പെടുത്തി. പുതുയുഗയാത്ര നാളെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ. പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF പുതുയുഗ യാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ അതിർത്തിയായ ഒളവറ പാലത്തിൽ വെച്ച് ജില്ലാ UDF നേതാക്കൾ യാത്രയെ സ്വീകരിച്ചാനയിക്കും. വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂരിലാണ് ആദ്യ സ്വീകരണ പരിപാടി. 4 മണിക്ക് തളിപ്പറമ്പിലും 4:30 കണ്ണൂരിലും സ്വീകരണം നൽകും. കണ്ണൂരിൽ സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. UDFൻ്റെ പ്രമുഖ നേതാക്കൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.